ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളായി നാം കേട്ടുകൊണ്ടിരുന്ന സ്തോത്രം വിഷയങ്ങൾ, വിശുദ്ധന്മാർക്കുള്ള പ്രതിഫലങ്ങൾ ന്യായവിധിയും എന്ന വിഷയം സ്തോത്രം. ഇന്ന് നമ്മൾ അത് സംബന്ധിച്ച് ഒരു അവതാരിക അല്ലെങ്കിൽ സ്തോത്രം മുഖവുര അത് സ്തോത്രം അത് മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു ഗാനത്തിൻ്റെ അടി കേട്ടുകൊണ്ട് നമുക്ക് അത് ശ്രവിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നു മനോഹര ഹർമ്മ്യങ്ങളിൽ നിങ്ങൾ പാർക്കുന്നതവരുടെ കണ്ണീരല്ലോ. ഇന്നു മനോഹര ഹർമ്മ്യങ്ങളിൽ നിങ്ങൾ പാർക്കുന്നതവരുടെ കണ്ണീരല്ലോ. മറക്കാതെ ഒന്നും മറക്കാതെ ക്ഷണമില്ലാതെ വിശന്ന നേരത്തും സ്തോത്രങ്ങൾ കളിച്ചവർ തൃപ്തരായി. ക്ഷണമില്ലാതെ വിശന്ന നേരത്തും സ്തോത്രങ്ങൾ കളിച്ചവർ തൃപ്തരായി. വേദഗ്രന്ഥവുമാ വീടുകൾ തോറും സത്യസുവിശേഷം അറിയിച്ചതും, വേദഗ്രന്ഥവുമായി വീടുകൾ തോറും സത്യസുവിശേഷം അറിയിച്ചതും, മറക്കാതെ ഒന്നും മറക്കാതെ
മക്കളെ നോക്കി ദുഃഖിച്ചു കണ്ണീർ പൊഴിച്ചമ്മാമ. വിശന്നു വലഞ്ഞ മക്കളെ നോക്കി ദുഃഖിച്ചു കണ്ണീർ പൊഴിച്ചമ്മാമ. കീറലില്ലാത്ത വസ്ത്രമില്ലാഞ്ഞവർ വീടിനുള്ളിൽ തന്നെ പ്രാർത്ഥിച്ചതും. കീറലില്ലാത്ത വസ്ത്രമില്ലാഞ്ഞവർ വീടിനുള്ളിൽ തന്നെ പ്രാർത്ഥിച്ചതും. മറക്കാതെ ഒന്നും മറക്കാതെ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്നും മറക്കുവാൻ കഴിയില്ല. കഴിഞ്ഞകാല ഭക്തന്മാർ സുവിശേഷ വേല സംബന്ധിച്ച് ഇറങ്ങിത്തിരിച്ചവർ അനുഭവിച്ച കഷ്ടങ്ങളും ദുരിതങ്ങളും, കുഞ്ഞുങ്ങളും കുടുംബവുമായി താമസിക്കുമ്പോൾ അവർ വിവിധ നിലയിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചതിനെ കുറിച്ച് പിന്നെയും ഓർത്തു അത് മറന്നു പോകാതിരിപ്പാൻ, ദൈവത്തിന് സ്തുതി പാടുവാൻ, മഹത്വം കരയേറ്റുവാൻ നമുക്കിടയാകണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചതായ അതായത് ആ ഒരു പ്രസന്റേഷൻ, വിശുദ്ധന്മാർക്കുള്ള പ്രതിഫലങ്ങളും ന്യായവിധിയും എന്ന വിഷയം നമ്മൾ വളരെ സുദീർഘമായിട്ട് ചിന്തിക്കുകയും അത് അനുഗ്രഹമായി തീർന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് അതിൻ്റെ അവതാരികയായി, മുഖവരിയായി ദൈവദാസന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ചില കാര്യങ്ങൾ ഓർക്കുന്നതും മനസ്സിലാക്കുന്നതും. ഇതൊക്കെ മറന്നു കളയുവാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് മറക്കാതെ ഒന്നും മറക്കാതെ എന്നുള്ള ഗാനം ആദ്യമായി പാടിയത്. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ലോകമെങ്ങുമുള്ള മലയാളികളായ പെന്തക്കോസ്തർ കാതോർക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവകൃപ പെയ്തിറങ്ങുന്ന മഹായോഗങ്ങളിൽ നിരന്തരം ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ, ആമീൻ, ഇതിനോടകം തന്നെ ഈടുറ്റ ഒരു ഡസൻ ഗ്രന്ഥങ്ങൾ ചമയ്ക്കുവാൻ കഴിഞ്ഞത്, ആമീൻ, ഞാൻ അത്ഭുതാദരവോടുകൂടി ആമീൻ നോക്കി കാണുന്നു. ഈ സ്തോത്രം, ഈ കൃതി, ഈ പ്രമേയം പലതുകൊണ്ടും ശ്രദ്ധേയമായിരിക്കുന്നു. അന്ത്യകാല വിജ്ഞാനീയൻ്റെ ക്രമീകൃതവും ആധികാരികവുമായ ഒരു അപഗ്രന്ഥത്തിന് ഗ്രന്ഥകാരൻ ഇവിടെ ആമീൻ ശ്രമിച്ചിട്ടില്ല. ശീർഷകത്തിൻ്റെ സൂചന പോലും ഒരു പ്രത്യേക വിഷയം മാത്രം വിശദമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. അതിലളിതമായ ആഖ്യാന ശൈലിയും സമ്പുഷ്ടമായ ഭാവന വിലാസവുമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത. വേദപുസ്തകത്തിൻ്റെ അതിവൃത്തത്തിലൂന്നി ഭാവികാല സംഭവങ്ങളെ നമുക്ക് തൊട്ട് മുമ്പിലുള്ള ഒരു ക്യാൻവാസിൽ ചേതോഹരങ്ങളായി വർണ്ണങ്ങൾ ചാലിച്ച് വരച്ച് വച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനം, ആമീൻ, പ്രതിഫലങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള വേദപുസ്തക പരാമർശങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ എക്കാലത്തും അവ്യക്തതയോ അപൂർണതയോ കണ്ടുവരാറുണ്ട്. ഈ പുസ്തകം, ആമീൻ, ഈ ആവിഷ്കാരം ഇതിനുള്ള ഒരു വേദശാസ്ത്ര മറുപടി, ആമീൻ, ആണെന്ന് അവകാശപ്പെടാനില്ല. ആമീൻ എന്നിരിക്കലും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുതിയ വെളിച്ചം വീശുവാൻ ഇത് ആവിഷ്കരിച്ച ദൈവദാസന് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1 നൂറ്റാണ്ട് പഴക്കമുള്ള പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ, ആമീൻ, വികലമായ പല ധാരണകളും തിരുത്തുവാനും ഭക്തിയുടെ ജാടകൾ ഒഴിവാക്കുവാനും പൊയ്മുഖങ്ങൾ അഴിച്ച് മാറ്റുവാനുമുള്ള ഒരു പ്രവാചക ശബ്ദം ഇവിടെ മുഴങ്ങുന്നുണ്ട്. ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുവാനും
നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന കർത്താവിൻ്റെ വിളി കേൾക്കുവാനും കാത്തിരിക്കുന്ന പരമാർത്ഥികളായ ജൈവജനത്തിന് ഈ ആവിഷ്കാരം, ഈ ഗ്രന്ഥം ആശ്വാസവും പ്രോത്സാഹനവുമാകും എന്ന് വിശ്വസിക്കുന്നു. ഏറെ ചിന്തോദ്ദീപകവും രസകരവുമായ ഈ ഉത്കൃഷ്ടരചന അനുവാചകർക്കായി അവതരിപ്പിക്കുന്നതിൽ ആമേൻ ഇത് ആവിഷ്കരിച്ച കർത്താവിൻ്റെ ദാസൻ അതിരിട്ട സന്തോഷം ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്നു. ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവ് നൽകുന്ന എല്ലാ പുത്തൻ പ്രകാശനങ്ങളും പുസ്തക രൂപത്തിൽ ആമേൻ ഇനിയും പുറത്തു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പോൾ തന്നെ സ്തോത്രം. മുഖവരിയായി ഇത് സംബന്ധിച്ച് ദൈവം സ്നേഹവാനായതുകൊണ്ട് മനുഷ്യരെ രക്ഷിക്കുന്നു, നീതിമാനായതുകൊണ്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷയും നന്മ ചെയ്തവർക്ക് പ്രതിഫലവും കൊടുക്കുന്നു. നന്മ ചെയ്യുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും രാജ്യങ്ങൾക്കും വളരെയധികം ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കും. തിന്മ ചെയ്യുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും രാജ്യങ്ങൾക്കും അത് മുഖാന്തരം ശാപങ്ങളും നാശങ്ങളും ഉണ്ടാകും. മേൽപ്പറഞ്ഞ നാശങ്ങളോ ശാപങ്ങളോ കേവലം ചെറിയ ന്യായവിധികളാണ്. ഏറ്റവും ഭീകരമായത് ഭാവിയിൽ നടക്കാൻ പോകുന്നതേയുള്ളൂ. ഭൂമി കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ന്യായവിധി മഹോദ്രവകാലത്ത് നടക്കും. അന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരും ഏതെങ്കിലും ഒരു പീഡനത്തിൽ കൂടി എങ്കിലും കടന്നുപോകും. ഈ ന്യായവിധി 7 വർഷമാണ് തുടരുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം മുതൽ 19 വരെ ആമീൻ വരെയുള്ള അധ്യായങ്ങൾ. ആമീൻ. മഹോദ്രവകാലത്തിന് ശേഷം ഈ ഭൂമിയിൽ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ക്രിസ്തു ന്യായവിധി നടത്തും. ഇതിൽ കുറ്റവാളികളെ കോലാടുകളായും പ്രതിഫലത്തിന് അർഹരായവരെ ചെമ്മരിയാടുകളായും താരതമ്യപ്പെടുത്തുന്ന ഇത് അന്ത്യ ന്യായവിധി അല്ല. മത്തായി എഴുതിയ സുവിശേഷം 25-33 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചിലത് വ്യക്തമായി കാണുവാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർക്കും ഒരു ന്യായവിധിയുണ്ട്. ആമേൻ. ഈ ന്യായവിധിയെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ആമേൻ നിന്നുമുള്ള വിധിയായിട്ടാണ് ആമേൻ ചിത്രീകരിച്ചിരിക്കുന്നത്. 2 കൊരിന്ത്യർ 5-10 വാക്യത്തിൽ ഇവിടെ നിന്നും ആരെയും നരകത്തിലേക്ക് തള്ളുന്നില്ല. വിശുദ്ധന്മാർക്കുള്ള ഈ ന്യായവിധിയെക്കുറിച്ചാണ് ഈ പരാമർശത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ ന്യായവിധികൾക്കെല്ലാം ശേഷം അന്ത്യന്യായവിധിയെക്കുറിച്ചും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെക്കുറിച്ച് എനിക്ക് ആദ്യമായി പ്രകാശനം ലഭിച്ചത് പരേതനായ ആമേൻ സ്തോത്രം എസക്കിയേൽ സാറിൻ്റെ ആമേൻ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന പുസ്തകത്തിൽ നിന്നാണ്. ഈ വിഷയത്തിൽ ഇത്ര ഗഹനമായ മറ്റൊരു പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല. വിശുദ്ധന്മാരുടെ ന്യായവിധി എന്ന പുസ്തകത്തിലെ കഥാപാത്രങ്ങളെല്ലാം ഭാവനയാണ്. ഭാവികാല പദ്ധതിയെ മാനുഷികമായി ചിന്തയ്ക്ക് ഒരുക്കിക്കൊണ്ട് വന്നപ്പോൾ സംശയങ്ങൾക്ക് വക നൽകാവുന്ന ചില ചിന്തകൾ ഉണ്ടായി എന്ന് വരാം. ആകയാൽ ഭാവനയെ അക്ഷരീകമായി വ്യാഖ്യാനിക്കരുത്. അതിലെ കാതലായ ആശയങ്ങളെ വേദപുസ്തക ചിന്തയുമായി താരതമ്യപ്പെടുത്തി വിലയിരുത്തേണ്ടതാണ്. ഈ പുസ്തകം പരാമർശങ്ങൾ നിശ്ചയമായും അനുവാചകർക്ക് അനുഗ്രഹമായിരിക്കുമെന്ന് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിന് സഹായമാകുമെന്നും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വിദ്യാസമ്പന്നരായ ഒരു അധ്യാപകനും അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനും ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചിരിക്കുന്ന ദൈവസഭ എന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറിയുമായ അഭിഷിക്ത ദൈവദാസൻ സ്തോത്രം തൻ്റെ തിരക്കിനിടയിൽ ഈ പുസ്തകത്തിന് ആധികാരികവും അർത്ഥസമ്പുഷ്ടിയും ഉള്ളതായ ഒരു അവതാരിക എഴുതി തന്നതിൽ സ്തോത്രം. അദ്ദേഹത്തിനും ഈ പുസ്തകരചനയിൽ എന്നെ സഹായിച്ച മറ്റ് ദൈവദാസന്മാർക്കും വളരെ അതും ഭംഗിയായി മുദ്രണം ചെയ്ത
സ്തോത്രം. ലേണേഴ്സ് പ്രസ് കോട്ടയത്തിനും നിശ്ചയമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതിലുപരി ഈ പുസ്തക രചനയ്ക്ക് എന്നെ പ്രാപ്തനാക്കിയ സർവശക്തനാകുന്ന ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് ആമീൻ. ഏവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം, നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും ആമീൻ വന്ദനങ്ങളോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിൽ പാടിയ ഗാനങ്ങൾ മറക്കാതെ ഒന്നും മറക്കാതെ എന്ന ഗാനം ആമീൻ, അത് എളിയവനാകുന്ന അടിയൻ്റെ സ്തോത്രം ചിന്തകളിൽ ദൈവവചന പഠനത്തിൽ അതായത് കഴിഞ്ഞകാല ഭക്തന്മാർ അനുഭവിച്ച കഷ്ടതകൾ, ക്രിസ്തീയ സുവിശേഷ പ്രവർത്തനങ്ങൾ അവരൊക്കെ സഹിച്ചതൊക്കെയും ആമീൻ മറന്നു കളയാതെ അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ഏവരെയും ഓർമ്മപ്പെടുത്തുവാൻ അവസരമാക്കി തീർത്തു എന്നുള്ളത് സന്തോഷകരമായി അത് പറയുന്നതിൽ സന്തോഷമുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആമീൻ സ്തോത്രം, ഈ സംരംഭം സ്തോത്രം എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാനത്തിന്റെ ബാക്കി നമുക്ക് കേൾക്കാം ഇപ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. മായമില്ലാതെ പ്രസംഗിപ്പാൻ ധൈര്യം നൽകിയതോ, സത്യോപദേശങ്ങൾ മായമില്ലാതെ പ്രസംഗിപ്പാൻ ധൈര്യം നൽകിയതോ, ത്യാഗമനോഭാവം ദിവ്യവിശ്വാസവും പാമരവരിലെ ദൈവകൃപ, ത്യാഗമനോഭാവം ദിവ്യവിശ്വാസവും പാമരവരിലെ ദൈവകൃപ, മറക്കാതെ ഒന്നും മറക്കാതെ പൂർവപിതാക്കൾ കാട്ടിയതായ നല്ല മാതൃക മറക്കാതെ, പൂർവപിതാക്കൾ കാട്ടിയതായ നല്ല മാതൃക മറക്കാതെ, മറക്കാതെ ഒന്നും മറക്കാതെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതത്തിലെ സ്തോത്രം കഴിഞ്ഞകാല നമ്മുടെ എല്ലാ നിലവാരത്തിലും മറന്നു കളയുവാൻ കഴിയാത്ത, മറക്കാതെ ഒന്നും മറക്കാതെ ദൈവത്തിന് സ്തുതി കരയേറ്റുവാൻ, മഹത്വം കരയേറ്റുവാൻ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ചവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവരുടെ ജീവിത അനുഭവങ്ങളെ
എടുത്തു കാട്ടിക്കൊണ്ട് ഈ ഗാനം രചിപ്പാൻ എളിവനാകുന്ന ദൈവം സഹായിച്ചു. ആമേൻ. ഇത് കേട്ടവരും പാടിയവരും ഒക്കെ വളരെ കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിലുള്ള പ്രോത്സാഹനവും തന്നിട്ടുണ്ട്. അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി പ്രസ്താവിക്കുന്നു. ഇന്ന് നമുക്ക് കേട്ട മുഖവരെയും അവതാരികയെല്ലാം സ്തോത്രം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതായ ആമേൻ വിഷയങ്ങൾ സംബന്ധിച്ച് സ്തോത്രം, അതായത് വിശുദ്ധന്മാർക്കുള്ള പ്രതിഫലങ്ങളും ന്യായവിധിയും, അത് നാം വ്യക്തമായി കേട്ടു. പല എപ്പിസോഡായിട്ട് സ്തോത്രം നമ്മൾ കേൾപ്പാനിടയായി. ദൈവം സഹായിച്ചു. ഇതുപോലെ ആവിഷ്കരിച്ച കർത്തൃദാസനെ സ്തോത്രം, അതുപോലെ ഇതിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്നെ കേട്ടതായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ നന്മയും ആശംസയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗീയ പിതാവേ കർത്താവേ, ഇളയവരാകുന്ന ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിന്റെ വചനങ്ങൾ കേൾക്കും തോറും കർത്താവേ, ഞങ്ങൾ അതിൽ കൂടെ ബലം പ്രാപിച്ചും ശക്തി ആർജിച്ചും നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി സ്തോത്രം, അവിടുത്തെ സന്നിധിയിൽ നിന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും തക്കവണ്ണം മുന്നേറുവാനും കർത്താവിനെ സ്തോത്രം ദൈവ പ്രവൃത്തി സ്തോത്രം മറന്നു കളയാതെ മഹത്വം കരയേറ്റുന്ന അനുഭവമാക്കി കർത്താവ് മാറ്റുന്നതിനായി സ്തോത്രം. സകല മഹത്വം തിരുമേനിക്ക് തരുന്നു. കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. BFM ഈ പ്രേയർ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ ആത്മാർത്ഥമായി സംവിധാനം ചെയ്യുന്ന സ്തോത്രം അനുഷാമുലിനെയും കുടുംബത്തെയും ആമേൻ താൻ ചെയ്യുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് വിശാലതയിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ആശിഷകളും നേർന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ.